അമൃത ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെങ്ങാനും ഒരു ഫോൺ ചെയ്താൽ അവരാദ്യം പറയുന്ന കാര്യം ഓം നമ ശിവായ അമൃത ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞ് അവർ തുടങ്ങത്തുള്ളൂ. അതിനകത്ത് തെറ്റുമില്ല പറയാനുണ്ടോ? ഒരു തെറ്റില്ല. കാരണം അവരുടെ സ്ഥാപനമല്ലേ. അവരുടെ സ്ഥാപനത്തിലോട്ട് ഒരാൾ സഹായം തേടി, സർവീസ് തേടി വിളിച്ചപ്പോൾ അവരുടെ ഫെയ്ത്തിനെ, അവരുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്ന നല്ല കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലൂർദ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അവിടെ റിസപ്ഷനിലെ പെങ്കൊച്ച് ഫോൺ എടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ലൂർദ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് അങ്കമാലി ലിറ്റിൽ ഫോർ കിടക്കുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഫോൺ ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫോൺ എടുത്തിട്ട് ആദ്യം പ്രൈസ് ദി ലോർഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ? ഇല്ല. കാരണം വി പീപ്പിൾ ആർ ടെറിബിളി സെക്യുലറൈസ്ഡ്. എന്തിനാ ഇത്രയും സെക്യുലറൈസ് ആകുന്നത്? സെക്യുലറൈസ് ആകുന്നത് നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞിട്ടാകരുത്. നമ്മുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് ആർക്കൊരു ദ്രോഹമുള്ള കാര്യമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന്റെ നാമത്തെ ഏറ്റു പറയാൻ എന്ത് പാടിയിരിക്കുന്നു? ഇസ്ലാം സഹോദരൻ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ എന്താ പറയുന്നത്? അതൊക്കെ കറക്റ്റ് അറിയാം. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ട് പറയും, നല്ല കാര്യമല്ലേ? ലോകത്തെവിടെ, അതാണ് അവരുടെ ഗുണം. ലോകത്തെവിടെ അവർ കണ്ടാലും അവരത് പറഞ്ഞേ. ഇനി പറ, രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ട എന്താ പറയുന്നത്? ഈശോ ഏത് നാട്ടിലെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് ചുമ്മാ മുമ്പിൽ നിന്ന് തള്ളുകയാണ്, വെറുതെ പറയുകയാണ്. നിങ്ങളുള്ള കാര്യം രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടാൽ എന്താ പറയാറുള്ളത്? സുഖമാണോ? അത് പിന്നെ കുഴപ്പമില്ല, ഉപദ്രവമുള്ള കാര്യമല്ലോ. സുഖമാണെന്ന് ചോദിക്കുന്നത് തെറ്റില്ല. പിന്നെ വേറെ പ്രായമുള്ളവരെ കാണുമ്പോൾ മൂക്കണം നമുക്ക് സ്തുതി കൊടുക്കണമെങ്കിൽ അല്ലെ? പ്രായമുള്ളവരെ കാണുമ്പോൾ സ്തുതിയല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് സംസാരം തുടങ്ങുന്നതിൽ ഉറപ്പിക്കാൻ മിക്കവാറും ക്രിസ്ത്യാനികളായി. എങ്ങനെന്നറിയാം? അറിഞ്ഞായിരുന്നോ? അതെ, അറിഞ്ഞായിരുന്നോ? എന്ത് ആരാണ്ട കുറ്റായി? കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാണ് സംസാരം തുടങ്ങുന്നത് ഉറപ്പിച്ചോ ക്രിസ്ത്യാനിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങി വെക്കേണ്ട ഒരു കൊച്ചു കാര്യം, വർത്തമാനം പറയുമ്പോൾ ബിഗിൻ ഈച്ച് കോൺവെർസേഷൻ ഐദർ വിത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഓർ പ്രൈസ് ദി ലോർഡ്. മതി. സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാദ്യം, ചെറിയ ചുവടുകൾ എടുത്ത് വെക്കുക, വലിയ വിപ്ലവം കാണിക്കാൻ പോകാതെ. നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പോഴേ ഒരാളോട് ആദ്യം എന്ത് പറഞ്ഞേക്കണം? സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേക്കണം. നല്ല ശീലമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രണ്ടെപ്പോഴും ആവശ്യമില്ല, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നും എന്നും ഈശോ നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് നല്ലതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ശീലമായി പ്രൈസ് ദി ലോർഡ് എന്നോ അല്ലെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ഒക്കെ സംസാരത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പോഴേ ഒരാളോട് ആദ്യം എന്ത് പറഞ്ഞേക്കണം? സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേക്കണം. നല്ല ശീലമാണ്. നമുക്ക് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.